ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായി ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമായിരിക്കും, ചില ആഗ്രഹങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് നടക്കില്ല. ചില സമയം നമ്മുടെ കൈവെള്ളയിൽ കൊണ്ട് വെച്ച് തന്നിട്ട് അത് തിരിച്ചെടുത്തിട്ട് പോയി കളയും. അപ്പം അങ്ങനെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ ഒരു പൂജ, അതായത് ഈ ഒരു വഴിപാട് നമുക്ക് വീട്ടിലും ചെയ്യാം, ക്ഷേത്രത്തിലും ചെയ്യാം. പക്ഷേ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ശിവലിംഗം വേണം, മറ്റൊരു ഓപ്ഷനുമില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ വീടിനടുത്ത് ശിവക്ഷേത്രമില്ല, അല്ലെങ്കിൽ ടെമ്പിൾ ഇല്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഒന്നുകിൽ നമ്മളിത് വീട്ടിൽ ശിവലിംഗത്തിന് തന്നെ ചെയ്യണം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ക്ഷേത്രത്തിൽ പോയി ചെയ്യണം. ഇത് ചെയ്യേണ്ടത് തുടർച്ചയായ 11 തിങ്കളാഴ്ചകളിലാണ്. അപ്പം സ്ത്രീകളാണ് ഇടയ്ക്ക് പീരിയഡ്സ് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള നിങ്ങളുടെ ഹസ്ബൻഡ്സോ മക്കളോ ഒക്കെ ഇത് ചെയ്യുമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം. ഇനി അവർ ചെയ്യില്ല എന്നാണെങ്കിൽ ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്തേക്കുക. പക്ഷേ ഇത് മുടക്കാതെ ചെയ്യുന്നതാണ് നമുക്ക് 100% പെട്ടെന്ന് ഫലം തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനായി നമുക്കൊരു ശിവലിംഗം വേണമെന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊന്നും ശിവലിംഗം കാണുകയുമില്ല. അപ്പം എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ വീട്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച അന്നത്തെ ദിവസം നിങ്ങൾ നോൺ വെജ് കഴിക്കാനേ പാടില്ല. നോൺ വെജ് ഒഴിവാക്കണം. മറ്റെന്ത് ഭക്ഷണവും നിങ്ങൾക്ക് 3 നേരമോ 4 നേരമോ ഒക്കെ കഴിക്കാം, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ നോൺ വെജ് ഒഴിവാക്കുക തന്നെ വേണം. അതുപോലെ സൂര്യോദയത്തിന് മുൻപ് ഉണരണം. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ സൂര്യോദയം 5:55 5:50 നിങ്ങൾ ഉണർന്നിരിക്കണം. ബ്രഹ്മമുഹൂർത്ത സമയം എന്നുള്ളതല്ല, സൂര്യ ഉദയത്തിന് മുൻപ്. നിങ്ങളുടെ പ്രദേശത്തെ സൂര്യോദയം ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ആ ഒരു സമയത്തിന് 5 മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾ ഉണർന്നിരിക്കണം. ഉണർന്ന് കുളിച്ച് വൃത്തിയായിട്ട് പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ തെളിയിച്ച ശേഷം ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് നമ്മൾ അഭിഷേകം ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അപ്പം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ശിവലിംഗ അഭിഷേകം. വെറുതെ അല്ല ശിവലിംഗ അഭിഷേകം ചെയ്യേണ്ടത്, ചന്ദന അഭിഷേകമാണ് ശിവഭഗവാന് ചെയ്യേണ്ടത്. അതായത് കോപ്പർ കുടമോ ബ്രാസ് കുടമോ അങ്ങനെയല്ല, കിണ്ടിയിലോ നല്ല ശുദ്ധമായ ജലം എടുക്കുക. ഗംഗാജലം ഉണ്ടെങ്കിൽ ഗംഗാജലമാവാം, റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. അതിലേക്ക് ചന്ദനം, നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രസാദമായിട്ട് കിട്ടുന്ന ചന്ദനം ഒന്നും ദയവ് ചെയ്തെടുക്കരുത്. നമ്മൾ പൂജയ്ക്കായിട്ടൊക്കെ കടയിൽ നിന്ന് പൂജാ സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ച് വെച്ചിരിക്കുന്ന ചന്ദനമുണ്ടെങ്കിൽ അതാവാം. അങ്ങനെയല്ല, ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് മഹാലക്ഷ്മി ദേവിക്ക് ചന്ദന കുഴമ്പിൽ മുക്കി പൂക്കൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചന്ദനത്തടി മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചന്ദനവും ആവാം, അത് അരച്ചെടുത്താലും മതിയാവും. ആ ഒരു ചന്ദനം കുറച്ചധികം, അതായത് ചന്ദനം നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ അതിൻ്റെ കളർ മാറുമല്ലോ, അതുപോലെ കളർ മാറുന്നോടം വരെ ആ ഒരു ചന്ദനം ഇട്ടതിന് ശേഷം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും കൂടി ഇടാനായിട്ട് ശ്രമിക്കണം. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ട് ഈ ഒരു ജലം നമ്മുടെ 2 കൈ കൊണ്ടും നമ്മുടെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമ്മൾ സങ്കല്പം ചെയ്യുകയാണ്, 11 തിങ്കളാഴ്ചകളിൽ ഞാൻ അങ്ങേക്ക് ഈ ഒരു വഴിപാട് ചെയ്തേക്കാം. എൻ്റെ ഈ ഒരു ആഗ്രഹം 11 തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് അങ്ങ് എനിക്ക് സാധിച്ചു തരണം. ഇത് പറഞ്ഞതിന് ശേഷം ഓം നമ ശിവായ, അങ്ങനെയല്ലെങ്കിൽ ശിവായ നമ, നിങ്ങൾ എങ്ങനെയാണോ ചൊല്ലുന്നത് രണ്ടിനും ഒരേ അർത്ഥവും ഒരേ ഫലവുമാണ്. അത് ചൊല്ലിക്കൊണ്ട് ഒറ്റയടിക്കങ്ങ് ഒഴിക്കരുത്, പതിയെ വളരെ സ്മൂത്തായിട്ട് ആ ശിവലിംഗത്തിന് മുകളിലോട്ട് വെള്ളം ചെന്ന് വീഴുന്നത് പോലെ ആ ഒരു ചന്ദന വെള്ളം നമ്മൾ അഭിഷേകം ചെയ്യുക. അവസാനം ചെല്ലുമ്പം ചന്ദനം ചിലപ്പം അടിയിൽ വെള്ളത്തിനകത്ത് ഇങ്ങനെ ലയിക്കാതെ കിടക്കും, അത് ഇതൊന്ന് കുലുക്കിയിട്ട് നമ്മൾ വീണ്ടും അഭിഷേകം ചെയ്ത് തീർക്കുക. അഭിഷേകം ചെയ്തതിന് ശേഷം ശിവലിംഗത്തിന് വീണ്ടും ജലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ശിവലിംഗം നന്നായിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് ഭസ്മമൊക്കെ തൊട്ട് ശിവലിംഗത്തിന് എങ്ങനെയാണോ നിങ്ങൾ പ്രതിഷ്ഠ ചെയ്യുന്നത് അതുപോലെ പ്രതിഷ്ഠ ചെയ്യുക. അതിന് ശേഷം ചെയ്യേണ്ടത്
11 കൂവളത്തില എടുക്കുക. കൂവളത്തില ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ 3 ഇതളുകളുള്ള കൂവളത്തില തന്നെ എടുക്കണം. എടുക്കുമ്പോൾ കഴിവതും കീറലുകളൊന്നുമില്ലാത്ത, കുത്തലുകളൊന്നും ഇല്ലാത്ത നല്ല കൂവളത്തില നോക്കി തന്നെ എടുക്കണം. ഇനിയിപ്പം നിങ്ങൾ താമസിക്കുന്നിടത്ത് അങ്ങനത്തേത് കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നതല്ലേ പറ്റുകയുള്ളൂ. അതിനുശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ കൂവളത്തിലയിൽ ഓം നമ ശിവായ എന്ന് എഴുതുക. ഓം എന്നുള്ളത് ആ സെൻറ്ററിലെ ഇലയിലും ബാക്കി 2 നമ ശിവായ എന്നുള്ളത് ഇടത്തും വലത്തുമായിട്ട് എഴുതണം. എഴുതേണ്ടത് ഭസ്മം കൊണ്ടാണ്. ഭസ്മം നമ്മൾ ഒന്നെങ്കിൽ ഗംഗാജലം, റോസ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധമായ ജലം ചാലിച്ചിട്ട് നമ്മുടെ മോതിര വിരൽ കൊണ്ടോ തുളസി ഇലയുടെ കമ്പ് കൊണ്ടോ ആണ് നമ്മൾ ഓം നമ ശിവായ എന്നുള്ളത് എഴുതേണ്ടത്. ഇതൊന്നും നേരത്തെ എഴുതി വെക്കരുത്. നമ്മൾ ആ സമയത്ത് തന്നെ, അതായത് അഭിഷേകം ചെയ്തതിന് ശേഷം വേണം എഴുതാനായിട്ട്. ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതുക. 11 ഇലയിലും എഴുതിയതിന് ശേഷം ഓരോ ഇലയായിട്ടെടുത്ത് നമ്മൾ ഓം നമ ശിവായ എന്ന് തന്നെ ചൊല്ലിക്കൊണ്ട് ശിവലിംഗത്തിന് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് 108 തവണ ഓം നമ ശിവായ എന്നുള്ള മന്ത്രവും കൂടിയിട്ട് ജപിക്കണം. ജപിക്കുമ്പോൾ വളരെ സ്പീഡിലൊന്നും ജപിക്കരുത്, വളരെ പതുക്കെ ഓം നമ ശിവായ ആ ഒരു വൈബ്രേഷൻ നമുക്ക് നമ്മുടെ ബോഡിയിൽ തോന്നണം. അതേ രീതിയിൽ 108 തവണ ജപിക്കുക. ജപിച്ചതിന് ശേഷം വീണ്ടും ഭഗവാനോട് നമ്മുടെ ആ ഒരു ആഗ്രഹം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ധൂപദീപ ആരതിയൊക്കെ എടുക്കണമെന്നുള്ളവർക്കാണെങ്കിൽ എടുക്കാം. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. നിവേദ്യവും നിങ്ങൾ എല്ലാ ദിവസവും പൂജാമുറിയിൽ നിവേദ്യം വെക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം തിങ്കളാഴ്ചയും ഇതേ പ്രൊസീജിയർ തന്നെ. അപ്പം നമ്മൾ ചന്ദനം വെള്ളത്തിനകത്ത് ചാലിച്ച് കുടവെടുത്ത് സങ്കല്പം ചെയ്തത് വേണ്ട. അതിന് പകരമായിട്ട് നമ്മൾ എടുത്തിട്ട് എൻ്റെ ഈ ആഗ്രഹം, നിങ്ങൾ ആദ്യം പറഞ്ഞ ആഗ്രഹം എന്താണോ അതേ ആഗ്രഹം തന്നെ എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം 11 കൂവളത്തില എടുക്കണം, എഴുതണം. എല്ലാ ആഴ്ചയും 11 ആഴ്ചയും ഇത് റിപ്പീറ്റ് ചെയ്യുകയും വേണം. ഇതാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പം വീട്ടിൽ പറ്റില്ലാത്തവർ, വീട്ടിൽ ശിവലിംഗമില്ലാത്തവർ അമ്പലത്തിൽ ചെയ്യേണ്ടുന്ന രീതി ഇതേ രീതി തന്നെയാണ്. തിങ്കളാഴ്ച വ്രതമായിട്ട് തന്നെ എടുക്കണം. സൂര്യോദയത്തിന് മുൻപ് ഉണരണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു 9 മണിക്ക് മുൻപ് ക്ഷേത്രത്തിൽ പോയി ചെയ്യാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആ ഒരു പ്രദോഷ സന്ധ്യ ഉണ്ടല്ലോ, 4:30 മുതൽ 6 മണി വരെ, ഇല്ലെങ്കിൽ 7:30 വരെയുള്ള 4:30 മുതൽ 7:30 ഉള്ളിൽ ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ മതി. ക്ഷേത്രത്തിൽ പോയി ചെയ്യുമ്പോഴും നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ചന്ദന അഭിഷേകം ഭഗവാന് ചെയ്യുമോ എന്ന് ചോദിക്കണം. ചോദിച്ചതിന് ശേഷം ഇതിനുള്ള റെസിപ്റ്റ് എടുക്കുക. ഇനി ചെയ്യില്ല എന്ന് പറയുവാണെങ്കിൽ ജലധാരയ്ക്ക് കൊടുത്താൽ മതി. പക്ഷേ അമ്പലത്തിൽ ചന്ദനം വാങ്ങിച്ച് സമർപ്പിക്കണം. ചന്ദനം അല്ലെങ്കിൽ ഭസ്മം, ഇത് ഓരോ ആഴ്ചയും 11 ആഴ്ചയും ഒന്നെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ ഭസ്മം വാങ്ങിച്ച് സമർപ്പിക്കുക തന്നെ വേണം. അക്കാര്യം വിട്ടുപോകരുത്. ഒപ്പം 11 കൂവളത്തിലയിൽ ഓം നമ ശിവായ എന്ന് എഴുതി കൊണ്ടുപോകാനും ശ്രമിക്കണം. ഇനിയിപ്പം ക്ഷേത്രത്തിൽ ഓം നമ ശിവായ എന്ന് എഴുതിയ കൂവളത്തിലെ അവർ സ്വീകരിക്കില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും കൂവളത്തില മാത്രമായിട്ട് കൊണ്ടു കൊടുത്താൽ മതിയാവും. അങ്ങനെ കൊണ്ടു കൊടുത്ത് ഭഗവാനപ്പം ആ അഭിഷേകം ചെയ്യുമ്പം ആ അഭിഷേകം മുഴുവൻ തീരുന്നത് വരെ അവിടെ നിന്നത് കണ്ട് ഭഗവാനോട് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം അമ്പലത്തിൽ സ്വസ്ഥമായിട്ടൊരിടത്തിരുന്ന് ജപിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓം നമ ശിവായ എന്നുള്ള മന്ത്രം അമ്പലത്തിലിരുന്ന് ജപിക്കാവുന്നതാണ്. ഇനി അമ്പലത്തിലിരുന്ന് ജപിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം മാത്രമേ 108 തവണ ജപിക്കാവുള്ളൂ. അതായത് ഭഗവാൻ അഭിഷേകം ചെയ്ത് ചന്ദനം അല്ലെങ്കിൽ ഭസ്മം സമർപ്പിച്ച് കൂവളത്തിലയും സമർപ്പിച്ച് വീട്ടിൽ വന്നതിന് ശേഷം മാത്രം ഓം നമ ശിവായ 108 തവണ ജപിക്കുക. 11 ആഴ്ചയും ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെങ്കിലും 11 ആഴ്ചയ്ക്ക് മുമ്പ് ഭഗവാൻ സാധിച്ചു തന്നിരിക്കും. 11ാമത്തെ ആഴ്ച കഴിഞ്ഞ്, അതായത് നമ്മുടെ ആഗ്രഹം ഇപ്പോൾ സാധിച്ചാലും നമ്മൾ 11 ആഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മൾ ഭഗവാന് സങ്കല്പം വെച്ചതാണ്. 11ാമത്തെ ആഴ്ച, അവസാനത്തെ ആഴ്ച നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ വീട്ടിൽ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്തവരാണെങ്കിലും അമ്പലത്തിൽ ചെയ്തവരാണെങ്കിലും വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാന് നീല കളറിലെ ഒരു പട്ട് വാങ്ങിച്ച് സമർപ്പിക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന് വസ്ത്രം സമർപ്പിക്കുക എന്നുള്ളതുണ്ടാകും. ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് തന്നെ വാങ്ങിക്കാനും കിട്ടും.
അപ്പോൾ അവിടുന്ന് ഭഗവാൻ ഒരു നീല കളറിലെ വസ്ത്രം, പട്ട് എന്താണോ കിട്ടുന്നത് അത് വാങ്ങിച്ച് ഭഗവാന് സമർപ്പിച്ച് ഭഗവാനോട് നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു 11 ആഴ്ചത്തെ ഈ ഒരു വ്രതം അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് അവസാനിപ്പിക്കാവുന്നതാണ്. 11 ആഴ്ചയ്ക്കുള്ളിൽ ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും സാധിച്ചു തന്നിരിക്കും. എല്ലാവരും ഇത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.